ശ്രീ നാസർ ഫൈസി കൂടത്തായി, ഈ അശാസ്ത്രീയമാണ് വീട്ടിൽ പ്രസവം നടക്കുന്നത് എന്ന് താങ്കൾ അടക്കമുള്ളവർ പറയുമ്പോൾ, പക്ഷേ സമസ്തയുടെ ബന്ധമുള്ളവർ പോലും ഈ വീഡിയോകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്ന കാഴ്ചകളുണ്ട്. അതെല്ലാം വ്യാപകവുമാണ്. ഇത് തള്ളിപ്പറയാൻ സമുദായത്തിനകത്തുന്ന സംഘടനകൾക്ക് ഒന്നുമില്ലെങ്കിൽ ഈ വിഷയം എങ്ങനെ അഡ്രസ് ചെയ്യപ്പെടും? മതവിശ്വാസവുമായോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊന്നും ഈ വീട്ടിലെ പ്രസവത്തിന് ഒരു കണക്ഷനുമില്ല എന്നാണോ? അല്ല, വളരെ കൃത്യമായി അതേ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ നിലപാട് പറഞ്ഞാണ് മറ്റൊരു ചാനലില്. ഇപ്പൊ അത് ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്നതും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നവരുടെയും ഇസ്ലാമിക വിരുദ്ധത തലക്ക് ബാധിച്ചവരുടെയും ആളുകൾ ഇതിൽ പറയുന്നതിനനുസരിച്ചുകൊണ്ട് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിക്കൊണ്ടുള്ള ആളുകളാണെങ്കിൽ അവരോട് സംസാരിക്കുക. ഒരു ഓർഗനൈസേഷന്റെ പോലും ആളുകളല്ലാതെ കേവലം സ്വതന്ത്രവാദം എന്ന മിഥ്യാധാരണയിൽ ഇസ്ലാമിക വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നവരോട് മറുപടി പറയാൻ എനിക്ക് ഏതായാലും ഇപ്പൊ കഴിയില്ല. ഇസ്ലാം സമുദായത്തിൽപ്പെട്ട 2 ഡോക്ടർമാരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ, അല്ലാതെ ആരുമില്ല ഇതിനകത്ത്. ഇതിലൊരു പൊളിറ്റിക്കൽ ചർച്ചയുമില്ല. ഡോക്ടർ എത്രത്തോളം ഡോക്ടറാണ് അത്ര ആളുകൾ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. ഞാൻ ആ ഡോക്ടർമാരെ വ്യക്തിപരമായി കൊണ്ട് ആക്ഷേപിക്കാനല്ല. ഒരു ഓർഗനൈസേഷന്റെ പോലും ഭാഗമല്ലാതെ ഇസ്ലാമിക വിരുദ്ധത തലക്ക് ബാധിച്ച അതൊരു ലഹരിയായി സ്വീകരിച്ചിട്ടുള്ള ആളുകളോട് മറുപടി പറയാൻ എനിക്കിപ്പോ തൽക്കാലം സൗകര്യമില്ല. ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾ പറയുന്ന കാര്യത്തെ സംബന്ധിച്ചുകൊണ്ട് ഞാൻ പറയാം, ഇസ്ലാം ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ പിന്തുണക്കുന്നില്ല. ഇസ്ലാം ഏറ്റവും വളരെ വ്യക്തമായി കൃത്യമായി അതിന്റെ ശാസ്ത്രീയ മുഖത്തെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഈ അലോപ്പതി ആയിരുന്നു, ആയുർവേദമായിരുന്നാലും അതിലൊക്കെ പ്രധാനമായി ഇസ്ലാം അതിനെ സാധൂകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ചരിത്രം പറയും ഇബ്നുസീനയാണ്. ഇബ്നുസീന എന്ന് പറയുന്നത് അവിസന്ന. യൂറോപ്പിൽ വളരെ കൃത്യമായി കൂടുതൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ സ്ഥാപിച്ചതും അതിനെ പ്രചരിപ്പിച്ചിട്ടുള്ളതും അദ്ദേഹമാണ്. അപ്പൊ വൈദ്യശാസ്ത്ര രംഗത്ത് ഒരുപാട് മികവ് പുലർത്തിയിട്ടുള്ള ഇസ്ലാമിക പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിലും ചികിത്സയെയോ അല്ലെങ്കിൽ ഇത്തരം ആധുനികമായ ചികിത്സാ രീതികളെയോ നിരുത്സാഹപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ചികിത്സിക്കണമെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള മതമാണ് ഇസ്ലാം. പക്ഷേ ഒറ്റപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ അവരുടെ യൂട്യൂബ് ചാനലിന് വ്യൂവേഴ്സിനെ ഫോളോവേഴ്സിനെയൊക്കെ കൂട്ടാൻ വേണ്ടിയും അവരുടെ ആത്മീയ കച്ചവടം മാർക്കറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയും നടക്കുന്ന ഇത്തരം കോമഡികളെ മുസ്ലിം സമുദായം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ശക്തിയുക്തം അതിനെ എതിർത്തിട്ടുണ്ട്. എടുക്കാത്ത നാണയങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിൽ യാതൊരു വിലയും ഇല്ലാത്ത ഒറ്റപ്പെട്ട ആളുകളെ പർവ്വതീകരിച്ച് കാണിച്ച് ഇത് ഇസ്ലാമാണ്, ഇത് ഇസ്ലാമിന്റെ മുഖമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവഗണനയോടെയും പുച്ഛത്തോടെയും അതിനെ കാണുക എന്നല്ലാതെ ഒരു നിലക്കും അതിനെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് വെറുപ്പുൽപാദിപ്പിക്കാൻ വേണ്ടി ഇത്തരം ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം ആളുകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കാണിക്കും. വളരെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ആധികാരികമായ പണ്ഡിത സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും വ്യക്തി ഇതുപോലുള്ള മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ആത്മീയ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, അതിന് നടപടി എടുത്തിരിക്കും. അല്ലാതെ സമൂഹത്തിലെ വേഷം ധരിച്ചിട്ടുള്ള തലപ്പാവ് ധരിക്കുകയോ തൊപ്പി വെക്കുകയോ താടി വെക്കുകയോ വെള്ളവസ്ത്രം ധരിക്കുകയോ ചെയ്ത് യൂട്യൂബ് ചാനലിന്റെ ഫോളോവേഴ്സിനെ കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും വിഷദ്രാവങ്ങൾ ഛർദ്ദിക്കുമ്പോൾ അതിന് മറുപടി പറയാനും അതിന് ഉത്തരവാദിത്വം ഏൽക്കാനും മുസ്ലിം സംഘടനകൾക്കോ മുസ്ലിം പണ്ഡിത സഭകൾക്കോ കഴിയില്ല. അതിനെ കാടടിച്ച് വെടിവെക്കുന്ന നിലപാടാണ്. അതുകൊണ്ട് ഇത്തരം ചില ഒറ്റപ്പെട്ട ആളുകളെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ചിലർക്ക് അത് അവരുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. അവർക്കും ഫോളോവേഴ്സിനെ കിട്ടാനും അവരുടെ സ്വതന്ത്ര ചിന്തകന്മാരുടെ ആളുകൾക്ക് അവർക്ക് മാർക്കറ്റ് ചെയ്യാനും അതും ഒരു മാർക്കറ്റിന്റെ ഭാഗമാണ്. ഇതിനെ വിമർശിച്ചുകൊണ്ട് ആളാവുകയും അവർക്ക് ഫോളോവേഴ്സിന് കിട്ടാനുള്ള അതൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. ആ മാർക്കറ്റിംഗിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരം വിമർശകരെയും അവജ്ഞയോടെ ഞങ്ങൾ കാണുകയാണ്. സമസ്തയായിട്ട് ബന്ധമുള്ളവർ പോലും അത്തരം ചില വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല എന്നാണോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. സമസ്തയുമായി സംഘടനയുടെ ആധികാരികമായി ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇതുപോലുള്ള അനിസ്ലാമികമായ കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നില്ല. ശ്രീ നാസർ ഫൈസി കൂടത്തായി, ഡോക്ടർ ആരിഫ് ഹുസൈൻ അതിലൊരു എതിരഭിപ്രായമില്ലേ? സംസ്ഥയുടെ ഭാഗമാണല്ലോ എന്ന് പറഞ്ഞാൽ മതി. എന്തിനാ ഇത്ര വലിയ കഷ്ടപ്പാട്? അല്ലെങ്കിൽ നമ്മളുടെ ഹൈത്തമി സംസ്ഥയുടെ ഭാഗമാണല്ലോ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഇതുപോലുള്ള വാദങ്ങൾ വരുമ്പോൾ ഉടനെ അത് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ കാശുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ അന്ധവിശ്വാസത്തിനെ എതിർക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനുള്ള മറുപടി ദയവായി. ഇല്ലല്ല, ആരിഫ് ഹുസൈൻ മറുപടി പറയാൻ മാത്രം ഞാൻ അത്ര തരം താഴാൻ ഞാൻ തയ്യാറല്ല. ഇസ്ലാമിക വിരുദ്ധത തലക്ക് ബാധിച്ച ലഹരിയായി തുടരുന്ന ഈ വ്യക്തിയോടോ അല്ലെങ്കിൽ അയാളുടെ സിൽമന്തികളോടോ മറുപടി പറയാൻ ഞാനല്ല. നിങ്ങൾ ചോദിച്ച എന്റെ കാര്യം ഞാൻ മറുപടി പറഞ്ഞോളാം. നിങ്ങൾ അഭിപ്രായം ചോദിച്ചോ. ആരിഫ് ഹുസൈൻ അത് മറുപടി എന്നോട് പറയണ്ട.
ശ്രീ നാസർ ഫൈസി കൂടത്തായി, ഈ ബാങ്ക് വിളി കേൾക്കുന്ന സ്ഥലത്ത് വേണം പ്രസവം നടത്താൻ എന്ന് നിഷ്കർഷിച്ച് സ്വകാര്യ ആശുപത്രിയിൽ പോയി പ്രസവം അങ്ങനെ പറയുന്നവരെ പോലും ഉണ്ടെന്ന് ഡോക്ടർ ഷിംന അസീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. ഡോക്ടർ ഷിംന അസീസും താങ്കൾക്ക് ഇസ്ലാം വിരുദ്ധത പറയുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില വിഷയങ്ങളിലൊക്കെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഔറത്ത് അത് സൂക്ഷിക്കണം, ഹിജാബ് നിയമം, ഇത്തരം കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെടാറുണ്ട്. ഇതൊക്കെ ദുർവ്യാഖ്യാനമാണ് എന്നുകൂടിയാണോ? വളരെ വ്യക്തമാണ് നിങ്ങൾ ചോദിച്ച കാര്യം. അത് ഡോക്ടർ സിംല ആയിരുന്നാലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാവുന്നതേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ മറുപടി പറയാം. ആരിഫ് ഹുസൈന്റെ തലക്ക് വെളിവില്ലാത്തവൻ സംസാരിക്കാൻ ഞാനില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ബാങ്ക് കേൾക്കുന്ന ഭാഗത്ത് മാത്രമേ പ്രസവം നടക്കാവൂ എന്ന് ഇസ്ലാമിൽ എവിടെയില്ല. അത് ഔറത്ത് കാണാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളുടെ പ്രസവം എടുക്കാൻ സ്ത്രീ ഡോക്ടർമാർ വേണമെന്ന. ഇഹിയ ഉലൂമുദ്ദീൻ വളരെ വ്യക്തമായി ഗസാലി ഇമാമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർമാർ സ്ത്രീകൾ ഉണ്ടാവണം. കാരണം ആ സ്ത്രീകൾ ഡോക്ടർമാരുടെ പ്രസവം എടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളതിൽ സ്ത്രീകൾ തന്നെ ജ്ഞാനികളാവണം, അവർ ഡോക്ടർമാരാവണം, അവർ വൈദ്യശാസ്ത്രം പഠിക്കണം. അതുകൊണ്ട് അവർ പ്രസവം എടുക്കുക. അവരില്ലാത്തൊരു ഘട്ടത്തിൽ പുരുഷന്മാർ, അത് സ്വാഭാവികമായും പ്രകൃതിപരമാണ്. ഒരു സ്ത്രീയുടെ പ്രസവം പുരുഷൻ എടുക്കുന്നത് അത് സ്ത്രീ ഇല്ലാത്ത സമയത്ത് മാത്രം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ അവർ ഏത് മതക്കാരാണെങ്കിലും അവർ ലേഡി ഡോക്ടർമാർ ഉണ്ടെങ്കിൽ അവർക്കാണ് പ്രാമുഖ്യം കൊടുക്കുക. വിദഗ്ധരായ ലേഡി ഡോക്ടർമാർ ഉണ്ടായിരിക്കവേ ഒരു പുരുഷന്റെ ഡോക്ടറെ ഒരു മതത്തിലെ പെൺകുട്ടികളും സമീപിക്കില്ല. അത് സ്വാഭാവികമാണ്. അതൊരു അവരുടെ ശാരീരിക ഭാഗം. ഒരു പുരുഷനെ കാണിക്കുന്നതിൽ ലജ്ജ അവർക്കുണ്ടാവും. ആ സ്ഥലത്ത് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയായ ലേഡി ഡോക്ടർ ഇല്ലാത്ത സ്ഥലത്ത് പുരുഷനെ കാണിക്കാം. അതിൽ ഇസ്ലാം എവിടെയും പാടില്ല. പുരുഷന് സ്ത്രീക്ക് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കാണിക്കാൻ അനുവദിക്കപ്പെട്ട പല മേഖലകളും അതിൽപ്പെട്ടതാണ് ഡോക്ടർമാരുടെ മുമ്പിൽ. ഒരിക്കലും ഒരു മതവും ഇസ്ലാം പ്രത്യേകിച്ച് അത് പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനത് സമ്മതിക്കാം, താങ്കൾ അത് പറയുന്നു. നാസർ ഫൈസി കൂടത്തായി ഈ പറയുന്ന വീഡിയോ അല്ല നാട്ടുകാർ മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു വിഭാഗം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ താങ്കൾ നേരത്തെ പറഞ്ഞ ഏതോ മതവേഷം കെട്ടിയവർ പറയുന്നു എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതാണ് കേൾക്കുന്നത്. അവർ പറയുമ്പോൾ അവർ ഇത്തരം മുസ്ലിം മത നിയമങ്ങൾ എടുത്തുകൊണ്ടാണ് പറയുന്നത്. ഇതല്ല മുസ്ലിം മതം പറയുന്നത്, ഖുർആൻ ഇതല്ല പറയുന്നത് എന്ന് കൂടുതൽ ആൾക്കാർ കേൾക്കണമെങ്കിൽ അതിനെ ബദലായിട്ട് ആ തരത്തിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ ബോധവൽക്കരണം ഉണ്ടാവണം. അത്രയും ശക്തമായിട്ടുള്ള ബോധവൽക്കരണം സമുദായത്തിനകത്ത് ഉണ്ടാകുന്നുണ്ടോ? മേഡം, നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ ആയിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഭാഗത്തു ചില വ്യക്തികളുടെ വാക്കുകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടേണ്ടതില്ല. മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക സമാജത്തിൽപ്പെട്ട വ്യക്തികളും പൊതുസമൂഹത്തിനും അറിയാം. ഇവിടെ ഇസ്ലാമിക സംഘടനകൾ ധാരാളം ആശുപത്രികൾ നടത്തുന്നുണ്ട്. മുസ്ലിം മത പണ്ഡിത സഭകളുടെ നേതൃത്വത്തിലും അവരുടെ നിയന്ത്രണത്തിലും ആശുപത്രികൾ നടക്കുന്നുണ്ട്. ആ ആശുപത്രികളിലൊക്കെ ലേഡി ഡോക്ടർമാരുണ്ടാവുന്നുണ്ട്, പുരുഷ ഡോക്ടർമാരുണ്ട്. അവിടെ പ്രസവം നടക്കുന്നുണ്ട്. അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് പുരുഷനുണ്ട്, സ്ത്രീയുണ്ട്. അവിടൊക്കെ ഇത് പരിശോധന നടക്കാറുണ്ട്. നിങ്ങൾ ഏത് സർക്കാരിന്റെ കണക്കാണ്. താങ്കൾ ഈ പറയുന്ന അത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മലപ്പുറത്ത് വീട്ടിൽ പ്രസവത്തിന്റെ കണക്ക് കൂടുന്നത്? കുറയുകയല്ലേ വേണ്ടത്? കൂടുകയാണല്ലോ. ആരാണ് ഈ അന്ധവിശ്വാസം പറഞ്ഞത്? മലപ്പുറത്ത് സ്വാഭാവികമായിക്കൊണ്ട് ജനസംഖ്യ വർദ്ധിച്ച ജില്ലയല്ലേ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജനനം കൂടും, അവിടെ മരണം കൂടും. ജനനം കൂടുന്നത് കൊണ്ട് തന്നെ മരണവും അവിടെ കൂടും. ആനുപാതികമായിട്ട് കൂടണ്ടേ? അങ്ങനെയാണെങ്കിൽ മറ്റു ജില്ലകളിലും കൂടണമല്ലോ ആനുപാതികമായിട്ട് വീട്ടിൽ പ്രസവത്തിന് ആ കണക്കാണ് പ്രസിദ്ധീകരിച്ചത്. ആനുപാതികമായിക്കൊണ്ട് ശതമാനം അനുസരിച്ച് ആ കണക്ക് പ്രസിദ്ധീകരിക്കുക. അത് വലിയ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു കണക്കുണ്ട്, ഒരു അതിരുണ്ട്. ഒരു ആവശ്യമില്ലാത്ത കണക്കുകൾ പ്രസിദ്ധീകരിക്കേണ്ട കാര്യമില്ല. കൂടുതൽ സ്ത്രീകൾ ജനിക്കുന്നതും കൂടുതൽ സ്ത്രീകൾ മരിക്കുന്നതും മലപ്പുറം ജില്ലയിലാണ്. കാരണം മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ ജനങ്ങളുള്ളത്. മനസ്സിലാക്കണം. തെറ്റിദ്ധാരണ പരത്തുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞത് കൊണ്ട് സ്വാഭാവികമായിട്ട് ചോദിച്ച ഞാനാണ്. എനിക്ക് ഉത്തരം പറയുന്നത് ഒറ്റ സെക്കൻഡ് ശ്രീ നാസർ ഫൈസി കൂടത്തായി, ഞങ്ങളുടെ പ്രതിനിധി അനുമോദ് തന്നെയുണ്ട്. അനുമോദിന്റെ കയ്യിൽ കണക്കുണ്ട്. അനുമോദ്, ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന അന്ധവിശ്വാസ കണക്കാണെന്നാണ് ശ്രീ നാസർ ഫൈസി കൂടത്തായുടെ മറുപടി. മലപ്പുറത്തിന്റെ ആ കണക്കുകൾ അത് ആപേക്ഷികം മാത്രമാണോ? കൂടിയ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് കൂടിയ കണക്കെന്നാണോ മലപ്പുറത്ത് മാത്രം കൂടുന്ന ഈ വീട്ടിൽ പ്രസവത്തിന്റെ കണക്ക്? അനുമോദ്, ഞാൻ എന്നോട് ചോദിച്ചതിന് മറുപടി പറയുന്നതിന് മറ്റൊരാളിലേക്ക് പോകാൻ പാടില്ല. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചാനലിൽ കണക്ക് അതൊരു അന്ധവിശ്വാസ കണക്കല്ല, അതൊരു സർക്കാർ കണക്കാണെന്ന് താങ്കൾ അറിയണ്ടേ? അല്ല, സർക്കാർ കണക്ക് നിങ്ങൾ ഈ ചാനലിൽ കാണിക്കുന്ന സർക്കാർ കണക്കൊക്കെ പരിശോധിക്കാതെ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. നിങ്ങൾ ഒരു ചാനലിൽ ഒരു ഫോൺ ചെയ്തിട്ട് ആ ഫോണിൽ ഏതെങ്കിലും ഒരു കണക്ക് ഏതോ ഒരു തന്നെ കാണിച്ചു തന്നിട്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. ഞാനത് താങ്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം നിങ്ങൾ
മനസ്സിലാക്കുക. നിങ്ങൾ ഈ ചാനലിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ചാനലിൽ വെച്ചെടുക്കാന്നല്ല, അത് ഛർദ്ദിക്കരുത്. എപ്പോഴും എല്ലാ വിഷയവും ഛർദ്ദിക്കാൻ പറ്റില്ല. ന്യൂസ് 18 അജണ്ട എന്താണെന്ന് വ്യക്തമായി അറിയുന്ന അജണ്ട മുസ്ലിം സമുദായത്തിന് എതിരെ പ്രവർത്തിക്കാനാണ് എന്നൊക്കെ താങ്കൾ പറഞ്ഞു വന്നാൽ ഈ അസ്മയുടെ മരണമടക്കമുള്ള വാർത്തകൾ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത് പുറത്തുകൊണ്ടൊന്നുമല്ലല്ലോ. സംഘ് പരിവാറിന്റെ അജണ്ടക്ക് അനുസരിച്ച് കൊണ്ട് തുള്ളുന്ന നിങ്ങൾ പോലുള്ള ആളുകളോട് സംസാരിക്കാൻ തൽക്കാലം എനിക്ക് മടിയുണ്ട്, പ്രയാസമുണ്ട്. ആ ആരോപണത്തിനർത്ഥം ഈ വിഷയം കേൾക്കുമ്പോൾ താങ്കൾക്ക് ഉത്തരമില്ല എന്താണ്? അല്ലെങ്കിൽ താങ്കൾ ഒരു സെക്കൻഡ് നിങ്ങളുടെ സ്വയം വിലയിരുത്തലല്ലേ അത് താങ്കൾക്ക് സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് സ്വയം സായുജ്യടിയാ. താങ്കൾക്ക് ആ സർക്കാർ കണക്ക് കേൾക്കണ്ട. സർക്കാർ കണക്ക് പോലും നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് നിങ്ങൾക്ക് സ്വയം ചാനലിന്റെ അകത്തിരുന്നു കൊണ്ട് സ്വയം സായുജ്യടിയെന്നല്ലാതെ കുറ്റത്തോടാണ് ഞാനതിനെ കാണുന്നത്, പൊതുസമൂഹത്തിനെ കാണുന്നത്. നിങ്ങൾക്ക് അജണ്ട ഉൽപ്പാദിപ്പിക്കാൻ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നത് മറ്റെന്തെല്ലാം മതങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളും നടക്കുന്നതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാനാണെന്ന് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ അത് സ്റ്റുഡിയോന്റെ അകത്ത് വെച്ചുകൊണ്ട് തീർക്കുന്നല്ലാതെ പുറത്തേക്ക് അത് കൊണ്ടുവരണ്ട. ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താമല്ലോ. അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ല. അത് എല്ലാം ഇത്തരം കണക്കുകൾ പോലും ഇസ്ലാമോഫോബിയാണെന്ന് പറഞ്ഞു. ഡോക്ടർ